നമസ്കാരം, അക്കൗണ്ട് മീഡിയയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ തൊണ്ടയാട് ബൈപ്പാസ് മെട്രോ ഹോസ്പിറ്റലിന് അടുത്തുള്ള നമ്മുടെ ജസ്റ്റിൻ ചേട്ടന്റെ റോയൽ ടച്ച് ട്രെയിനിങ് സെന്ററിന്റെ മുമ്പിലാണ്. അപ്പോൾ ഇവിടെ കെമിക്കൽസ് ഉപയോഗിച്ചുള്ള സോപ്പ് പൊടി നിർമ്മാണം അല്ലെങ്കിൽ ഡിഷ് വാഷ് അങ്ങനെയുള്ള കെമിക്കൽസ് കൊണ്ടുള്ള ഒട്ടുവിധ എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾ, നമ്മുടെ ഒരു ജോലി നഷ്ടപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന പ്രവാസികൾ എന്ത് പുതിയൊരു മേഖലയിലേക്ക് കടക്കുമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവർ, ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്തരമാണ് നമ്മുടെ ജസ്റ്റിൻ ചേട്ടൻ്റെ ഈ ട്രെയിനിങ് സെന്ററും അതേപോലുള്ള ഈ കെമിക്കൽ ഷോപ്പും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എല്ലാ വിധത്തിലുള്ള കെമിക്കൽസും വാങ്ങാൻ കിട്ടും. കൂടാതെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ച പോലെ സോപ്പ് പൊടി, സോപ്പ് ലിക്വിഡ്, ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ട്രെയിനിങ്ങും നമ്മുടെ ജസ്റ്റിൻ ചേട്ടൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ജസ്റ്റിൻ ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാർ വാഷ് എങ്ങനെ ഉണ്ടാക്കണമുള്ളതാണ്. അതാണ് എൻ്റെ മക്കൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ കുറേ സാധനങ്ങൾ, ഞങ്ങൾ എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് പറയുന്നത് ഫിനോയിലാണ്. പിന്നെ നെക്സ്റ്റ് ഇത് ഫ്ലോർ ക്ലീനറാണ്. ഇത് പിന്നെ ടോയ്ലറ്റ് ക്ലീനറാണ്. ഇത് പിന്നെ ഡിഷ് വാഷാണ്. ഡിഷ് വാഷ് തന്നെ ഞങ്ങൾ 2 വെറൈറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ലിക്വിഡ് ടൈപ്പും ഒന്ന് ജെൽ ടൈപ്പുമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഗ്രീൻ ആയിട്ടിരിക്കുന്ന ഒന്ന് ലിക്വിഡ് ടൈപ്സാണ്. പിന്നെ ഇത് റൂം സ്പ്രേ ആണ്. പിന്നെ ഇതാണ് കാർ വാഷ്. ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്ന കാർ വാഷാണ്. ഇത് നേരത്തെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ജസ്റ്റ് സാമ്പിൾ കാണിക്കാനായിട്ടാണ്. ഇത് കാർ വാഷാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിലൊക്കെ വരുന്ന കംഫർട്ട് പോലെയാണ്. ഞങ്ങൾ സ്റ്റിഫ് ഫോട്ട് എന്ന പേരിലാണ് ഞങ്ങൾ ഈ സാധനം ഇപ്പോൾ ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത്. ഇതും കൂടെ ഞങ്ങൾ പഠിപ്പിച്ച് തരുന്നുണ്ട്. ഇത് മാത്രമല്ല, അതുപോലെ തന്നെ ഞങ്ങളുടെ അടുത്ത് വേറെ സാധനങ്ങൾ, നമ്മൾ വാഷിംഗ് പൗഡറിന് തന്നെ 4 വെറൈറ്റി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വാഷിംഗ് സോപ്പ്, കുളിക്കുന്ന സോപ്പ്, അതുകൂടാതെ തന്നെ ഇനി ഹാൻഡ് വാഷും ഒത്തിരി ഐറ്റംസ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എൻ്റെ മക്കളിപ്പോൾ നിങ്ങൾക്ക് കാർ വാഷ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് കാണിച്ചു തരും. എൻ്റെ പേര് ജോസ്ലിൻ. ഞാൻ ഫൈനൽ ഇയർ BBA LLB സ്റ്റുഡൻ്റ് ആണ്. പപ്പേനെ ഞങ്ങൾ അങ്ങനെ കെമിക്കൽസിൻ്റെ കിറ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചതാണ് എങ്ങനെയാണ് ഒരു കാർ വാഷ് ഉണ്ടാക്കുന്നതെന്ന്. ഇതാണ് എൻ്റെ അനിയത്തി. എൻ്റെ പേര് മരിയ. ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞാനും എൻ്റെ ചേച്ചി നിങ്ങൾക്ക് എങ്ങനെയാണ് കാർ വാഷ് ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഭയങ്കര സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെമിക്കൽസ് വെച്ചിട്ടാണ്. ഇത് വെച്ച് നമുക്ക് ഉപയോഗിക്കുമ്പോൾ സ്കിന്നിന് യാതൊരു തരത്തിലുള്ള കുഴപ്പമോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. ഇനി നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 7 ലിറ്റർ കാർ വാഷാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. 250 ഗ്രാം കളേർഡ് SLS, അതായത് സോഡിയം ലോറൈൽ സൾഫേറ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കളേർഡ് തരത്തിലുള്ള SLS ആണ്. മാർക്കറ്റിൽ വൈറ്റ് കളറിലുള്ള SLSും കിട്ടും. അപ്പോൾ വൈറ്റ് കളറിലുള്ള SLS എടുക്കുമ്പോൾ നമ്മൾ 5 ഗ്രാം കളർ അതിൻ്റെ കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരും. 1 ലിറ്റർ SLES സോഡിയം ലോറൈൽ ഈഥോ സൾഫേറ്റ്, 250 ഗ്രാം ഉപ്പ്, 50 മില്ലി കൊക്കോഡി, 50 മില്ലി എമൽസിഫയർ, 10 മില്ലി ഫോമാലിൻ, 5 ഗ്രാം കളർ, അതായത് കളർ എടുക്കുന്നത് വെള്ള കളറിലുള്ള SLS എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട്, 15 മില്ലി പെർഫ്യൂം. നമ്മളിന്നിവിടെ 6 ലിറ്റർ വെള്ളത്തിലാണ് കാർ വാഷ് ഉണ്ടാക്കുന്നത്. ഈ 6 ലിറ്റർ വെള്ളത്തിൻ്റെ കൂടെ 1 ലിറ്റർ SLEസും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 7 ലിറ്റർ കാർ വാഷ് മൊത്തം കിട്ടും. നമ്മൾ എപ്പോഴും ഉപയോഗിക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് ബക്കറ്റ് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പ്ലാസ്റ്റിക് ഇളക്കുന്ന സാധനങ്ങളാണെങ്കിൽ തന്നെ പ്ലാസ്റ്റിക്കേ ഉപയോഗിക്കാവുള്ളൂ. ഞാനിവിടെ 2 ലിറ്റർ വെള്ളത്തിലേക്ക് 250 ഗ്രാം SLS ആണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 2 ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ്. അതിലേക്ക് 250 ഗ്രാം SLS ചേർക്കുക, കളേർഡ് SLS ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ 1 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കണം. ഒരു മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ 2 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ SLES ചേർത്ത് ഇളക്കുകയാണ്. ഇളക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടിയിൽ നിന്ന് മേളിലേക്ക് വേണം ഇളക്കാൻ, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പത കൂടും. അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് മേളിലേക്ക് ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കണം.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ 250 ഗ്രാം ഉപ്പ് ചേർത്ത് ലയിപ്പിച്ചൊഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇളക്കുമ്പോഴത്തേക്ക് നല്ലൊരു കട്ടിയായ ഒരു ഫോമിലേക്ക്, ഒരു ജെൽ ഫോമിലേക്ക് കിട്ടും. കട്ടിയായി വരുന്നുണ്ട്. ഒരു കട്ടിയുള്ള ഒരു പീക്ക് ഫോം ആയിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ഷാംപൂ ബേസ് കിട്ടിയിട്ടുണ്ട്. ഷാംപൂ ബേസിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് SLS, SLES, ഉപ്പ്. ഈ 3 സാധനം ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഷാംപൂ ബേസ് കിട്ടും. വീണ്ടും നമ്മൾ 1/2 ലിറ്റർ വെള്ളം എടുത്തു. അതിലേക്ക് 50 മില്ലി കൊക്കോടി ചേർത്ത് കൊടുക്കുകയാണ്. കൊക്കോടി ഭയങ്കര ഒരു സ്കിൻ പ്രൊട്ടക്ടറാണ്. അങ്ങനെ വെള്ളത്തിലേക്ക് നമ്മൾ 50 മില്ലി കൊക്കോടി ചേർത്ത് ഇളക്കുകയാണ്. ഇളക്കുമ്പോൾ എപ്പോഴും അടിയിൽ നിന്ന് മേളിലേക്ക് ഇളക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. വീണ്ടും 1/2 ലിറ്റർ വെള്ളം എടുക്കുകയാണ്. അര ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ 50 മില്ലി എമൽസിഫയർ ചേർക്കുകയാണ്. എമൽസിഫയർ കാറിലെ ഗ്രീസ് അതുപോലെ തന്നെ എന്തെങ്കിലും മെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും എമൽസിഫയർ. വീണ്ടും 1/2 ലിറ്റർ വെള്ളം എടുക്കുകയാണ്. അതിലേക്ക് 10 മില്ലി ഫോമാലിൻ ചേർത്ത് ഇളക്കുകയാണ്. ഫോർമാലിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ഒരു പ്രിസർവേറ്റീവ് ആയിട്ടാണ്. നമ്മൾ ഉണ്ടാക്കുന്ന കെമിക്കൽസ് ഒന്നും വേഗം ചീത്തയാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫോർമാലിൻ യൂസ് ചെയ്യുന്നത്. ഫോർമാലിനും കൂടെ നമ്മൾ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി വെള്ള കളറിലുള്ള SLS ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും 5 ഗ്രാം കളർ കൂടി ചേർത്ത് കൊടുക്കണം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്. ഞാനിവിടെ കളേർഡ് SLS ആണ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് ഉപയോഗിക്കുന്നില്ല. ഇനി ഞാൻ പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 1/2 ലിറ്റർ വെള്ളം വീണ്ടും എടുക്കുകയാണ്. അതിലേക്ക് 15 മില്ലി പെർഫ്യൂം, 5 മില്ലി പെർഫ്യൂം എടുത്ത് നമ്മളത് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും കെമിക്കൽ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഒരു കെമിക്കൽസ് നമ്മൾ ആഡ് ഓൺ ചെയ്യാൻ പാടില്ല. അതിന് പകരം വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഒഴിക്കേണ്ടത്. നമ്മൾ പെർഫ്യൂം ഒഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ പെർഫ്യൂം ഒഴിച്ച് ഉടനെ തന്നെ നമ്മൾ പാക്ക് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്മെല്ല് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് വേഗം തന്നെ പെർഫ്യൂം ഒഴിച്ച് കഴിഞ്ഞാൽ അടച്ചു വെക്കുക.
നമ്മുടെ സിമ്പിളായ കാർ വാഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ബോട്ടിലോട്ട് മാറ്റാം. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ കാർ വാഷ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിസിനസ് ഒരു വീട്ടിലൊരു പാർട്ട് ടൈം ജോബായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു കെമിക്കൽ കിറ്റ് വല്ല ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കാലിക്കറ്റിലുള്ള ഷോപ്പിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പൊ എങ്ങനെയാണ് കാർ വാഷ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ കാർ വാഷോ അല്ലെങ്കിൽ മറ്റുള്ള ലിക്വിഡുകളോ സോപ്പ് പൗഡറോ സോപ്പോ എന്തുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ജസ്റ്റിൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. ജസ്റ്റിൻ ചേട്ടൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇതുമായി ഉണ്ടാക്കാനുള്ള കിറ്റുകളും ട്രെയിനിങ്ങും എല്ലാം കിട്ടും. അപ്പോൾ ജസ്റ്റിൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ വീഡിയോൻ്റെ പല ഭാഗങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.